യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അപ്പസ്തോല പ്രവൃത്തി വായിച്ച് അപ്പസ്തോലന്മാരുടെ പ്രവൃത്തിയും ഇന്നത്തെ നമ്മുടെ പ്രവൃത്തികളും ഒന്ന് വിശകലനം ചെയ്യുന്ന ഒരു സെഗ്മെന്റിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ അപ്പസ്തോല പ്രവൃത്തി അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 19 വരെയാണ് നമ്മൾ വായിച്ച് നിർത്തിയിരിക്കുന്നത്. 20-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുകയാണ്. അവൻ്റെ ഭവനം ശൂന്യമായി തീരട്ടെ, ആരും അതിൽ വസിക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ ശുശ്രൂഷയുടെ സ്ഥാനം മറ്റൊരുവൻ ഏറ്റെടുക്കട്ടെ എന്നും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. യൂദാസ് കറിയോത്ത, യേശുവിനെ ഒറ്റുകൊടുത്ത യൂദാസിന് സംഭവിച്ച വിഷയത്തെക്കുറിച്ച് സങ്കീർത്തനങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ അവനെ ഒറ്റുകൊടുക്കാനിരുന്നവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന കാര്യത്തെ ഇവിടെ പത്രോസ് ഉൾക്കൊണ്ടുകൊണ്ട് 120 പേരുടെ നടുവിൽ നിന്ന് വിളിച്ചു പറയുക. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ യൂദാസിൻ്റെ മരണം എങ്ങനെയായിരുന്നു, അത് തൂങ്ങിയ മരണമാണോ, അത് മറ്റു രീതിയിലാണോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചരിത്രങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുകയുണ്ടായി. യൂദാസിൻ്റെ ഭീകരമായ മരണത്തിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതെല്ലാം ചരിത്രങ്ങളിലൂടെ അല്ലെങ്കിൽ ദൈവവചനത്തിൽ വർഷങ്ങൾക്ക് മുൻപേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളുടെ പൂർത്തീകരണത്തിലേക്കാണ് കടന്നു വന്നത് എന്ന് പത്രോസ് ഇവിടെ എടുത്തു പറയുകയാണ്. കാരണം പത്രോസ് ഇവിടെ എല്ലാം ദൈവവചനത്തെ കോട്ട് ചെയ്യുമ്പോൾ ആദ്യം പത്രോസ് ഇത് പറഞ്ഞപ്പോൾ തന്നെ യൂദാസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ദാവീദ് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് പൂർത്തിയാകാൻ വേണ്ടിയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അവിടെ സങ്കീർത്തനങ്ങളിൽ നിന്നും കൃത്യമായി എടുത്തിട്ടാണ് അവിടെ പ്രബോധനം നടത്തിയത്. വീണ്ടും 109-ാം സങ്കീർത്തനത്തെ ഉദ്ധരിച്ചുകൊണ്ട് വീണ്ടും പറയുകയാണ്, അവൻ്റെ ഭവനം ശൂന്യമായി തീരട്ടെ, ആരും അതിൽ വസിക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ ശുശ്രൂഷയുടെ സ്ഥാനം മറ്റൊരുവൻ ഏറ്റെടുക്കട്ടെ എന്നും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ആദ്യം ദാവീദ് പരിശുദ്ധാത്മാവിൽ എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രണ്ടാമത് 109-ാം സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിലെ വ്യക്തതയോടുകൂടി തന്നെ ഇതാ പത്രോസ് എടുത്തു വയ്ക്കുകയാണ്. പുതിയതായൊരു തീരുമാനമെടുക്കാൻ പോകുമ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ എങ്ങനെയാണ് നിങ്ങളൊരു തീരുമാനമെടുക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിലൊരു തീരുമാനമെടുത്താലും, സഭ ആരാധനപരമായ കാര്യത്തിലൊരു തീരുമാനമെടുത്താലും, അപ്പസ്തോലികമായി നമ്മളൊരു തീരുമാനമെടുത്താലും എങ്ങനെ ചെയ്യണമെന്നൊരു കീഴ്വഴക്കമാണ് ഇതാ പത്രോസ് നമ്മുടെ മുൻപോട്ട് വയ്ക്കുന്നത്. പത്രോസ് അപ്പസ്തോലൻ 120 പേരുടെ ശ്രേഷ്ഠനായി എഴുന്നേറ്റ് നിന്ന് തനിക്കിഷ്ടമുള്ളത് ചെയ്യാമെന്നല്ല അവിടെ പറയുന്നത്. ഇതാ എനിക്ക് ഒരു ബോധ്യം കിട്ടി, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്നല്ല പറഞ്ഞത്. എനിക്ക് പെട്ടെന്നൊരു വിഷൻ ഉണ്ടായി, അതുകൊണ്ട് ഞാനിതാ മാതാവിനോട് ഉടമ്പടി വെക്കുന്നു എന്ന് ആരും പറയുന്ന പോലെയല്ല ഇവിടെ പറയുന്നത്. ഇവിടെ യാതൊരു വിധത്തിലും അടിസ്ഥാനപരമായി പഴയ നിയമത്തിൽ എഴുതപ്പെട്ട ദൈവവചനം എടുത്തു വെച്ചുകൊണ്ടാണ് പത്രോസ് ഇത് പറയുന്നത്, ഇത് പ്രഖ്യാപിക്കുന്നത്. തങ്ങളുടെ പ്രബോധന രീതികൾ എപ്പോഴും അപ്പസ്തോലികമായി വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അന്ന് അവരുടെ കയ്യിൽ എഴുതപ്പെട്ട പഴയ നിയമത്തിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ടാണ് അവരൊരു തീരുമാനമെടുക്കുന്നത്. 12 അപ്പസ്തോലന്മാരെ കർത്താവായ യേശു തിരഞ്ഞെടുത്തു. ഇന്ന് 11 പേരേ ഉള്ളൂ. ഇനി അടുത്ത ഒരാളെ തിരഞ്ഞെടുക്കേണ്ടത്, നഷ്ടപ്പെട്ടവൻ്റെ സ്ഥാനം വീണ്ടും മറ്റൊരുവന് ലഭിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്ന ദൈവവചനത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് 12-ാമനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ 12-ാമനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി അവർ വയ്ക്കുന്ന മാനദണ്ഡം വളരെ വ്യക്തമാണ്. ഇത് 12-ാമനേക്ക് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, അതിന് പഴയ നിയമങ്ങളെല്ലാം എടുക്കുന്നു. ഇനി യേശു എടുത്ത എല്ലാ മാനദണ്ഡങ്ങളും അതേപടി ഇവിടെ പത്രോസ് എടുത്തു വയ്ക്കുക. കാരണം തൊട്ടടുത്ത വാക്യം വായിച്ചാൽ, അതിനാൽ കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് ഒരാൾ ഞങ്ങളോടൊപ്പം സാക്ഷികളായിരിക്കണം. എവിടെ മുതൽ? യോഹന്നാൻ്റെ സ്നാനം മുതൽ നമ്മിൽ നിന്നും ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ട നാൾ വരെ യേശു നമ്മോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാലം മുഴുവൻ നമ്മോട് കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവനായിരിക്കണം അവൻ. കാരണം യേശു 12 ശിഷ്യന്മാരെയും തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആദ്യ സമയത്ത് തന്നെ തിരഞ്ഞെടുത്തു. യേശു യോഹന്നാനെയും യാക്കോബിനെയും പത്രോസിനെയും അന്ത്രോയോസിനെയും എല്ലാം തിരഞ്ഞെടുക്കുക നമുക്ക് കാണാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദ്യത്തെ 4 ശിഷ്യന്മാരുടെ തിരഞ്ഞെടുപ്പ് കാണുന്നുണ്ട്. പിന്നീട് അവിടെ മത്തായിയെ വിളിക്കുന്നു, എന്നെ ഫോളോ ചെയ്യാൻ പറയുന്നു. ഇങ്ങനെ ഓരോരുത്തരെ എല്ലാവരും വിളിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. 12 ശിഷ്യന്മാരെ അവൻ വിളിച്ച് തന്നെ ഫോളോ ചെയ്യാൻ, തനിക്ക് സാക്ഷികളാകാൻ, അയക്കപ്പെടേണ്ടതിന്, അവൻ്റെ ജീവിതത്തിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ അറിയേണ്ടതിന്. എന്നാൽ പരസ്യ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും 12 പേർക്ക് അറിയുമെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം അതീവ രഹസ്യമായി നടന്നിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് 3 പ്രധാനപ്പെട്ട, അതായത് യേശുവിൻ്റെ കൂടെ നടന്ന പത്രോസിനും യാക്കോബിനും യോഹന്നാനും മാത്രമേ അറിയത്തുള്ളൂ. അത് വ്യക്തമായി പഴയ നിയമത്തിലൊരു നിയമമാണ്, 2 അതിലധികമോ സാക്ഷികൾ ഉണ്ടായിരിക്കണം ഏതൊരു കാര്യത്തിനും എന്ന നിയമത്തെ അതുപോലെ യേശു പൂർത്തീകരിക്കുക. നിയമത്തെയോ പ്രവാചകന്മാരെയോ മാറ്റാനല്ല ഞാൻ വന്നത്, അത് പൂർത്തീകരിപ്പാനാണ്. ആ നിയമത്തെ അനുസരിച്ചുകൊണ്ട് നിയമത്തിന് വിധേയനായിക്കൊണ്ട് ക്രിസ്തു 2 അതിലധികമോ സാക്ഷി വേണമെന്നുള്ള കൃത്യതയാർന്ന കാര്യങ്ങളിൽ ബാലികയെ ഉയർപ്പിക്കുമ്പോഴും മലയുടെ മുകളിൽ മോശയും ഏലിയായും പ്രത്യക്ഷപ്പെടുന്ന സമയത്തെല്ലാം അവിടെ യാക്കോബും യോഹന്നാനും അവിടെ പത്രോസും 3 പേർ, 2 അതിലധികം 3 പേർ കൃത്യമായി അവിടെ സാക്ഷികളാക്കുന്ന യേശുവിനെ നമുക്ക് കാണാം. ആ പ്രബോധനങ്ങളെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട്, ആ കീഴ്വഴക്കങ്ങളെ അനുസരിച്ചുകൊണ്ട് ഇതാ പത്രോസ് കടന്നു വരുന്നു പറയുകയാണ്. 120 പേരുടെ നടുവിൽ എഴുന്നേറ്റ് എന്ന് പറയുകയാണ്. യേശുവിൻ്റെ 12 അപ്പസ്തോലന്മാർ എങ്ങനെയായിരിക്കണമെന്ന് ചോദിച്ചാൽ, അത് യോഹന്നാന്റെ സ്നാനം മുതൽ
സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട നാൾ വരെ നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന ഒരുവൻ അതിന് വേണം. അതിൽ യാതൊരുവിധ കോംപ്രമൈസുമില്ല. ഇങ്ങനെ ഒരുവനായിരിക്കണം ഈ 12 പേരിൽ ഒരുവനെന്ന് ഒരു തീരുമാനം. അത് പഴയ നിയമത്തിൻ്റെ, യേശുവിൻ്റെ പ്രബോധനത്തിൻ്റെ, യേശുവിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലെ ഓരോ കാര്യങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ടും എടുത്തു വെച്ചുകൊണ്ടുമാണ് ഇവിടെ പത്രോസ് ഈ കാര്യത്തെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അല്ലാതെ യാതൊരു വിധത്തിലും പത്രോസിന് പെട്ടെന്നൊരു പ്രബോധനം ലഭിക്കുകയോ ഒരു ഉൾക്കാഴ്ച ലഭിക്കുകയോ ചെയ്തുകൊണ്ട് മാത്രമല്ല, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമാണ് ഓരോ കാര്യത്തിൻ്റെയും തീരുമാനം. നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ജപമാല പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഇത് ദൈവവചന അടിസ്ഥാനത്തിലാണോ? മാതാവിനോട് പ്രാർത്ഥിക്കാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ പറയും, അല്ല അത് വചനമാണ്. ഓക്കെ, ശരി, നന്മ നിറഞ്ഞ പറയുമേ സുസ്തി എന്നുള്ളത് വചനമാണ്, 100% നമുക്ക് അംഗീകരിക്കാം. പക്ഷേ അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് ദൈവവചനം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. ഇനി അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ആദിമസഭ അപ്പസ്തോലന്മാർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സഭാപിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഏകദേശം 4 നൂറ്റാണ്ടുകളിൽ ഇങ്ങനൊരു സംഭവമേ ഇല്ല എന്നുള്ളത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിച്ചതാണ്. അപ്പോൾ ഏതൊരു അടിസ്ഥാനപരമായ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കാരണത്തിനും അതിന് തീരുമാനത്തിനും ദൈവവചനം അടിസ്ഥാനമായിരിക്കണം. അതിന് അടിസ്ഥാനം വേണ്ട എന്ന ഒരു തീരുമാനം ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അപ്പസ്തോലിക വിരുദ്ധമാണ്, ദൈവവചന വിരുദ്ധമാണ്, പരിശുദ്ധാത്മാവിന് എതിരെയാണ് ഇത് ചെയ്യുന്നത്. കാരണം ഇതെല്ലാം എഴുതുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ലൂക്കയാണ് ഇത് എഴുതുന്നത്. ലൂക്ക ഇത് എഴുതുമ്പം പരിശുദ്ധാത്മാവ് വരുന്നതിന് മുൻപല്ല എഴുതിയിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് വന്നതിനും വർഷങ്ങൾക്ക് ശേഷം അവരുടെ പ്രബോധനങ്ങൾ AD 70കളിലോ അല്ലെങ്കിൽ 60കളുടെയോ 70കളുടെയോ ഇടയിലാണ് അപ്പസ്തോലനായ ലൂക്ക ഈ പറയുന്ന അപ്പസ്തോല പ്രവൃത്തി എഴുതുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കുന്ന ലൂക്കയാണ് ഇത് എഴുതുന്നത്. അപ്പൊ ലൂക്ക ഇത് എഴുതണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രചോദനമുണ്ട്. പരിശുദ്ധാത്മാവ് ഇത് എഴുതണമെങ്കിൽ ഇത് രണ്ടും പരിശുദ്ധാത്മാവിന്റെ തീരുമാനമാണ്, അല്ലാതെ പത്രോസിന് പറ്റിയൊരു അബദ്ധമല്ല. പലപ്പോഴും ഈ ഗേറ്റ് മിനിസ്ട്രിക്കാരെ പോലുള്ള ആളുകൾ, അതായത് പത്രോസിന്റെ സുവിശേഷം വേറെ, അപ്പസ്തോലനായ പൗലോസിന്റെ സുവിശേഷം വേറെ, രണ്ടാണ്. വിജാതിയരുടെ സുവിശേഷം വേറെ, മറ്റേ സ്വജാതിയരുടെ യഹൂദന്റെ സുവിശേഷം വേറെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചോദനം നടത്തുന്ന ഈ പറയുന്ന ഗേറ്റ് മിനിസ്ട്രിയെ പോലെയുള്ള ചില മിനിസ്ട്രികൾ പറയുന്നത് 12ാമത്തെ അപ്പസ്തോലൻ പൗലോസ് ആയിരിക്കണം. അത് ദൈവത്തിന്റെ തീരുമാനം. അതാ പത്രോസിന് അവിടെ തെറ്റുപറ്റി. ഇവർ പറയാതെ പറയുന്നത് പരിശുദ്ധാത്മാവിനെതിരെയാണ്. കാരണം പരിശുദ്ധാത്മാവാണ് ഈ തീരുമാനമെന്ന് പരിശുദ്ധാത്മാവിൽ പ്രചോദിതനായി ലൂക്കയാണ് ഇത് എഴുതുന്നത്. നടന്ന സംഭവത്തെ വ്യക്തമായി എഴുതുമ്പം അത് പരിശുദ്ധാത്മാവ് അസൈൻ ചെയ്തു എന്ന് കാണിക്കുന്നത് ലൂക്കയാണ്. ലൂക്ക എഴുതുമ്പം അത് പരിശുദ്ധാത്മാവിൽ പ്രചോദിതനായിട്ടാണ് എഴുതുന്നത്. പരിശുദ്ധാത്മാവ് വരുന്നതിന് മുൻപല്ല ലൂക്ക ഈ പറയുന്ന അപ്പസ്തോലന്മാരുടെ പ്രവൃത്തി എഴുതുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും വേണം. പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസത്തിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് ബൈബിളിൽ തെളിവ് വേണം. ഞങ്ങൾക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഒരു ദിവസം നമ്മുടെ ഡാനിയൽ അച്ഛനാണെന്ന് തോന്നുന്നു ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കത്തോലിക്കർക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അങ്ങനെ ബൈബിളിൽ തെളിവ് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ക്ലീൻ ഷേവ് ചെയ്യാൻ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയുന്നത് ഒരിക്കലും നമുക്ക് ബൈബിളിൽ തെളിവ് വേണ്ട എന്ന് ഒരു തരത്തിലും വിശുദ്ധ ബൈബിൾ വെച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അപ്പസ്തോലിക പാരമ്പര്യം മുഴുവൻ എടുത്തു നോക്കിയാൽ വേണ്ട, യേശു പോലും ഉദ്ധരിച്ചത്, സാത്താൻ പരീക്ഷിക്കാൻ വന്നപ്പോൾ യേശു ഉദ്ധരിച്ചത് എന്തായിരുന്നു? ദൈവവചനത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുവിനെ പരീക്ഷിക്കാൻ വന്നതും വചനം വെച്ചിട്ടാണ്. യേശു തിരിച്ചു മറുപടി കൊടുത്തതും ദൈവവചനം, എഴുതപ്പെട്ട ദൈവവചനം. അപ്പോസ്തല പ്രവൃത്തി 1:23 വായിക്കുമ്പം അവർ ബർണബാസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ജോസഫ്, മത്തിയാസ് എന്ന് രണ്ട് പേരുകൾ നിർദ്ദേശിച്ചു. ജോസഫിന് യൂസ്തോസ് എന്ന പേരുണ്ടായിരുന്നു. അവർ പ്രാർത്ഥിച്ചു, കർത്താവേ, എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളെ അങ്ങ് അറിയുന്നുവല്ലോ. യൂദാസ്ഥാൻ അർഹിക്കുന്നിടത്തേക്ക് പോകാൻ വേണ്ടി ഉപേക്ഷിച്ച അപ്പസ്തോല സ്ഥാനവും ശുശ്രൂഷ പദവിയും സ്വീകരിക്കാൻ ഈ ഇരുവരിൽ ആരെയാണ് അങ്ങ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കണമേ. പിന്നെ അവർ കുറിയിട്ടു, മത്തിയാസിന് കുറിവീണു. 11 അപ്പസ്തോലന്മാരോടുകൂടെ അവൻ എണ്ണപ്പെടുകയും ചെയ്തു. 12ാമനായി നഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക്, ശുശ്രൂഷ സ്ഥാനത്തേക്ക് ഇതാ മത്തിയാസിന് കുറിവീണതിനെ കുറിച്ചാണ് നമ്മളിവിടെ വായിച്ച് അവസാനിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും വിളിയും എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിൽ പ്രചോദിതമായി ലൂക്ക അത് എഴുതിയിരിക്കുക, അത് മത്തിയാസിന് ആ കുറി വീണു. അതിനടിസ്ഥാനമാകട്ടെ ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളും ക്രിസ്തുവിൻ്റെ കീഴ്വഴക്കങ്ങളും പഴയ നിയമ ദൈവവചനങ്ങളുമാണ് അതിൻ്റെ അടിസ്ഥാനം. അവിടെ വചനം പറഞ്ഞിരിക്കുന്നു, അവൻ്റെ സ്ഥാനം മറ്റൊരുവൻ പ്രാപിക്കട്ടെ എന്നുള്ളതാണ്. ഇന്ന് നമുക്കുള്ള ഏറ്റവും വലിയൊരു മുന്നറിയിപ്പാണ്. ദൈവം നമ്മളെ പലരെയും പലവിധ കാറ്റഗറിയിലാക്കി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നേതാവായിട്ടായിരിക്കാം, ഒരുപക്ഷെ പൗരോഹിതത്തിലായിരിക്കാം, ഒരുപക്ഷെ ഏതെങ്കിലും ബിഷപ്പ് സ്ഥാനത്തായിരിക്കാം, ഇനിയും അതല്ല ഒരു സാധാ വിശ്വാസി എന്ന തരത്തിലായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റഗിസം ടീച്ചറായിട്ടായിരിക്കാം. ഇങ്ങനെ പലവിധ തരത്തിൽ ദൈവം നമ്മെ പലവിധ രീതിയിൽ നിർത്തിയിട്ടുണ്ട്. സുവിശേഷകനോ മറ്റു പല മേഖലകളിൽ നമ്മൾ ദൈവം നിർത്തിയിട്ടുണ്ട്.
ദൈവം ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിൽ പ്രചോദിതമായി നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്ക് ദൈവം വച്ചിരിക്കുന്ന സ്ഥാനവും നമുക്ക് ദൈവം വച്ചിരിക്കുന്ന പദവിയും നമ്മിൽ നിന്നും മാറ്റപ്പെടും. മറ്റൊരുവൻ അതിലേക്ക് പ്രവേശിക്കുന്ന രീതികളിലേക്ക് ഉണ്ടാകുമെന്നുള്ളത് വളരെ വ്യക്തമായി നമുക്കിവിടെ മനസ്സിലാക്കാം. കാരണം അർഹിക്കുന്ന സ്ഥാനത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ, അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ, ആ പരിശുദ്ധാത്മാവിന് നമ്മൾ കീഴ്പ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ സ്ഥാനമോ പദവിയോ ഒന്നും നോക്കത്തില്ല. കാരണം ഈ സ്ഥാനവും പദവിയും തരുന്നത് ദൈവവും സ്വർഗവുമാണെന്ന് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം. ഏകസത്യദൈവമായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്റ്റോ സെൻട്രിക്കായി, ക്രിസ്തു ഏക കേന്ദ്രീകൃതമായ വിശ്വാസത്തിലേക്ക് ക്രിസ്ത്യാനി എന്ന് വരുന്നുവോ, എന്ന് ക്രിസ്തീയ സമൂഹം പൂർണ്ണമാക്കപ്പെടുന്നുവോ, അവിടെയാണ് ദൈവസഭ എന്ന് അതിനെ വിളിക്കാനും ക്രിസ്ത്യാനി എന്ന് നമ്മളെ വിളിക്കാനും കഴിയത്തുള്ളൂ. നമ്മളിൽ പലരും വിഭജിച്ചു പോകുന്ന, പലതിലേക്കും കടന്നു പോകുന്ന ഒരവസ്ഥ നമ്മുടെ ചുറ്റുപാടും കാണുന്നു. അതിൽ നിന്നൊക്കെ മാറി ഏകസത്യദൈവമായ യേശുവിനെ ആരാധിക്കുകയും യേശുവിനോട് പ്രാർത്ഥിക്കുകയും യേശുവിൻ്റെ മുൻപിൽ പൂർണ്ണമായി കീഴ്വഴങ്ങുകയും ചെയ്യുന്ന ഒരു സഭയായി, ഒരു സമൂഹമായി, ഒരു കൂട്ടായ്മയായി ദൈവം നമ്മെ ഉയർത്തട്ടെ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.